വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനമിടിച്ച സംഭവത്തിലെ പ്രതി ഷെജിലിനെതിരെ വീണ്ടും കേസ്. ഷെജിൽ വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം തട്ടി എന്നതിനാണ് കേസെടുത്തിരിക്കുന്നത്. ഷെജിൽ ഓടിച്ച വാഹനമിടിച്ച് മുത്തശ്ശി മരിക്കുകയും 9 വയസ്സുകാരി കോമയിൽ വളരെ ദുഃഖകരമായ ആ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചാണ്. ദീർഘകരമായി കോമയിൽ കഴിയുകയാണ്. വാഹനം ഇടിച്ചിട്ടത് ആരാണ് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഉണ്ടായിരുന്നത്. പക്ഷേ വിശദമായ അന്വേഷണത്തിൽ ഇയാൾ ഗൾഫിലേക്ക് പിന്നീട് കടന്നു എന്ന വിവരമാണ് പുറത്തു വന്നത്. അയാൾക്കെതിരെയാണ് ഇപ്പോൾ ഒരു കേസെടുക്കുന്നത്. അതെ, ഇംതിയാസ് ചേരുന്നുണ്ട്. നമുക്കിപ്പം ഇംതിയാസ് കരീമാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇംതിയാസ്, 9 വയസ്സുകാരിയെ വാഹനം ഇടിച്ച സംഭവത്തിൽ വലിയ വിപുലമായ പരിശോധനകൾക്കൊക്കെ ശേഷമാണ് ഈ ഷെജിലിലേക്ക് എത്തിയത്. ഷെജിൽ വ്യാജരേഖ ചമച്ചു, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ചു എന്നതിൻ്റെ മറ്റു വിവരങ്ങൾ എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കേസ്? ജയലക്ഷ്മി ആൻഡ് രതീഷ്, ഇപ്പോൾ ഈ 9 വയസ്സുകാരി ഈ കോമയിലായ സംഭവത്തിൽ നേരത്തെ തന്നെ ഈ പ്രതി ഉപയോഗിച്ചിരുന്ന കാറെല്ലാം കണ്ടെത്തിയിരുന്നു. അതേ തുടർന്ന് അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുകയും അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തുടരുന്നൊരു സാഹചര്യമായിരുന്നു. ഇപ്പോഴിതാ ഇദ്ദേഹം ഈ ഇടിച്ച കാറ് അതിലിപ്പോൾ വ്യാജരേഖ ചമച്ച് ഇപ്പോൾ പണം തട്ടി 30,000 രൂപയോളം തട്ടി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. അത് അദ്ദേഹം ഈ കാറ് കേടുവന്ന സാഹചര്യത്തിൽ ഇത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കാറ് മതിലിൽ കൊണ്ടുപോയി ഇടിച്ചു. അതോടുകൂടി കാറ് പൂർണ്ണമായും തകർന്നു എന്ന രീതിയിലാണ് ഇൻഷുറൻസ് കമ്പനിയെ തെറ്റിദ്ധരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് വ്യാജരേഖകൾ അവിടെ സമർപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 30,000 രൂപയോളം ഇദ്ദേഹം തട്ടിയെടുത്തു എന്നാണ് പരാതി. ഇതിലിപ്പോൾ നാദാപുരം പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും ഒരു തെളിവായി കൂടി മാറിയില്ലേ ഇൻഷുറൻസ് ക്ലെയിം? അത് വാങ്ങിച്ചെടുത്തു എന്നതല്ലേ ഇയാളിലേക്ക് എത്താൻ കൂടുതൽ സഹായിച്ചത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ? അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയത് അദ്ദേഹത്തിന് പിടിവീഴാൻ വഴിയായി മാറുകയും ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും ഈ ഇൻഷുറൻസ് ക്ലെയിം തന്നെയായിരുന്നു ഒരു പ്രധാന തെളിവായിട്ട് ഇവർക്ക് മുൻപിലുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ പിടിവീഴാനും കാരണമായത്. പക്ഷേ ഇത്രത്തോളം ഒരു ഇൻഷുറൻസ് കമ്പനി അടക്കം ഇത്തരത്തിൽ ഇദ്ദേഹത്തിൽ നിന്നൊരു അപകടം ഉണ്ടാവുകയും ഒരു പെൺകുട്ടി 9 വയസ്സുകാരി കോമയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹം ഇത്തരത്തിലെല്ലാം തട്ടിപ്പ് നടത്തിയിട്ടാണ് മുന്നോട്ട് പോയത് എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതേസമയം തന്നെ വിദേശത്തുള്ള ഇയാൾ ഇപ്പോൾ വടകര, ഈ കേസ് നടക്കുന്ന വടകര കോടതി മുൻകൂർ ജാമ്യ ഹർജിയും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. രതീഷ്, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് കമ്പനിയുടെ പക്കൽ നിന്ന് പണം തട്ടിയെടുത്തു എന്നതിനാണ് പുതിയ കേസ് വന്നിരിക്കുന്നത്.